ഇപ്പോ ഒരു പൊതുവെ ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അത് ഏത് ആയാലും ആരായാലും, ഇപ്പോ മാരീഡ് ആണ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്തതിന് കുട്ടികൾക്കായിരിക്കും എഫക്റ്റ് ആവുക, അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫ് പോകുന്നൊക്കെ രീതിയിൽ. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിറ്റിസിസം കിട്ടുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാറ്? മൈൻഡ് വെക്കാതിരിക്കുക. കാരണം ഇതൊന്നും ചെയ്യാത്തൊരു പാരൻസിന്റെ മകളാണ് ഞാൻ. അതേ മകളെ ഇത്രയും പേര് ഉപദ്രവിച്ചപ്പോഴും അവർ നോക്കൂത്തിയായിരുന്നു. സമൂഹം മറ്റുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞു എല്ലാവരും, എന്നിട്ടും മറ്റുള്ളവരറിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കാപ്പേരും പറയാൻ ഉപദ്രവിച്ചു. ഈ കഴിഞ്ഞ പിന്നെ ഒരു ഇത് വന്നു, അതിലും ഈ നാട്ടുകാരെ കൂടി ചേർന്ന് ഇതൊക്കെ പറഞ്ഞ് വീണ്ടും എൻ്റെ ലൈഫ് പിന്നെയും ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 വർഷം 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ഇതേ ഉപദ്രവം, ഇതേ കാര്യം പറഞ്ഞാൽ ഉപദ്രവിച്ചിട്ടുണ്ട്. വൈപ്പിൻകരക്കാരെ തന്നെയാണ് ശരി എന്ന് പറഞ്ഞത്. ഈ വൈപ്പിൻകരയില് വൈപ്പിൻകര എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ 10 വയസ്സും 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇത്രയും ഉപദ്രവിച്ചിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് വരെയും കറക്റ്റായിട്ടില്ല. പക്ഷെ അതേ നാട്ടിൽ അവരെ ജീവിക്കാൻ വിട്ടാൽ അതിലും വലിയ ശിക്ഷ വേറൊന്നുമില്ല. കാരണം അവർക്കുള്ള ശിക്ഷയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നെ ഉപദ്രവിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന ഒരു ബാങ്കിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്തൊരു പയ്യനുണ്ട്. അവൻ ആദ്യമായിട്ട് കിട്ടിയ സാലറി ആയിട്ട് എൻ്റെ അടുത്ത് തന്നെ ഞാനും കൂടി ആവശ്യത്തിന് ഞാൻ അവൻ എൻ്റെ കയ്യിൽ വെച്ചാൽ തേങ്ങ കൊടുക്കുന്ന ഭാഗത്തെ അത് വെച്ചിട്ട് ഞാൻ അവനെ ഓടിച്ചിട്ട്, അത് സാക്ഷികളില്ല, ഞാൻ മാത്രമാണ് സാക്ഷി. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം അങ്ങനെയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നടപ്പുണ്ട്, കൂടിപ്പോയൊരു 10 മിനിറ്റ് നടപ്പ്. കാരണം ചിലയൊക്കെ താണ്ടി പിന്നെ കാടാണ്, കാടിൻ്റെ നടുക്ക് കണ്ടൻ്റെ നടക്കാൻ. പിന്നെ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് അങ്ങനെ നടക്കണം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് അത് നട്ടുച്ചക്കൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, എല്ലാവരും കുളിപ്പിടിക്കാറാണ്. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ഉച്ചരിക്കണം, ആര് കാണാനാ? പിന്നെ എൻ്റെ ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ തന്നെയാണ് ആദ്യം എൻ്റെ ഒപ്പത്ത് ചോദിച്ചത്. പിന്നെ അവരുടെ വീട്ടുകാർ എന്നെ ആരും തോന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർ വേണം, നിയമം വേണം. നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലീസുകാർ വരെ, ഇപ്പോൾ JSKയുടെ സിനിമ അല്ലേ, അങ്ങനെ ഒരു പോലീസുകാരൻ ഞാനും കണ്ടിട്ടുണ്ട്. എന്നെ അറിയാവുന്ന കുറെ പോലീസുകാരുണ്ട് ഇതേപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള പെണ്ണാണ്. ഈ പിന്നെ ആ സമയത്തും എനിക്കൊരു തുള്ളി, ഞാൻ ഓടണം കണ്ടിട്ടും കൂടി എനിക്കൊരു തുള്ളി വെള്ളം തരാത്ത നാട്ടുകാരോട് എനിക്കൊരിക്കലും മര്യാദയില്ല അല്ലേ. അത് കഴിഞ്ഞ് ഇതേ പ്രശ്നം പറഞ്ഞു, അതായത് 10 വയസ്സിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് വനിതാ സെല്ലിൽ വരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആ കേൾക്കണ പോലീസ്, വനിതാ പോലീസ് എന്നോട് ഈ 10 വയസ്സുള്ള ഇങ്ങനെയല്ലേ ജഡ്ജ്മെന്റ് മാറി. ഞാനപ്പോൾ അവിടെ നിന്ന് പുരുഷനായിട്ടുള്ള ഒരാളത്ത് വെച്ച് സാറിൻ്റെ മക്കളുണ്ടെന്ന് ചോദിച്ചു. സാറിൻ്റെ മക്കൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ പറഞ്ഞു, നമ്മുടെ സാറിൻ്റെ മൂക്കി ഇങ്ങനെയൊന്നുണ്ടായ അത് സാറിൻ്റെ മിസ്റ്റേക്കാണോ, സാറിൻ്റെ മോളുടെ മിസ്റ്റേക്കാണോ, സാറിൻ്റെ മോള് വേസ്റ്റാവുമെന്ന് ചോദിച്ചു. അല്ലേന്ന് ചോദിച്ചു. പിന്നെ ഏത് ബേസിലാണ് 10 വയസ്സുള്ള എന്നെ നിങ്ങൾ ഇത്രയും ഈ പോലീസുകാരൊക്കെ കൂടി നിന്നിട്ട് എൻ്റെ മക്കളെ അവരുടെ കൈ കൊടുത്തിട്ട് ഇപ്പോഴും ഞാനൊരു ലൈവ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് തോന്നുന്നു. കാരണം എനിക്ക് വിളിയുള്ള ഭീഷണിയാണ്. കാരണം കേൾവിച്ചാൽ സ്ഥലമില്ല, ഭീഷണി കേൾക്കണം. എന്നെ ഉപദ്രവിച്ചിട്ട് എവറസ്റ്റ് സ്റ്റേഷനിൽ വാറണ്ട് ഉണ്ട് എനിക്ക്, കോടതി. അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ തല്ലിയ വീഡിയോ ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്. ആ തല്ലിയ വീഡിയോ പബ്ലിക്കിൽ ഇട്ടേനാണ് എനിക്ക് വാറണ്ട് വന്നത്. അതും കൊടുത്തേക്കണ പരാതി ഫേക്ക് ആയിട്ട് വരുന്നത് കമ്മീഷൻ മുമ്പിൽ ചെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. കമ്മീഷണർ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പൊ കേട്ടു. ഞാൻ പറഞ്ഞ സാധനം എന്നെ കണ്ടിട്ട് പെൺകുട്ടിയുടെ പോകണം. പച്ചക്ക് പറഞ്ഞിട്ടുള്ള പോലീസുകാരുണ്ട്, എല്ലാ പോലീസുകാരല്ല പറഞ്ഞു, അങ്ങനെയുള്ള പോലീസുകാരുണ്ട്.